ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായത്തിന്റെ 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. അനന്തരം അബ്രഹാം അവിടെ നിന്ന് തെക്കേ ദേശത്തേക്ക് യാത്ര പുറപ്പെട്ട് കാദേശിനും സൂര്യനും മധ്യേ കുടിയിരുന്ന് ഗെരാരിൽ പരദേശിയായി പാർത്തു. അബ്രഹാം തന്റെ ഭാര്യയായ സാറയെക്കുറിച്ച് അവൾ എന്റെ പെങ്ങൾ എന്ന് പറഞ്ഞു ഗെരാർ രാജാവായ അബീമലേക്ക് ആളയച്ചു സാറയെ കൊണ്ടുപോയി. എന്നാൽ രാത്രിയിൽ ദൈവം സ്വപ്നത്തിൽ അബീമലേക്കിന്റെ അടുക്കൽ വന്ന അവനോട്, നീ എടുത്ത സ്ത്രീയുടെ നിമിത്തം നീ മരിക്കും, അവൾ ഒരു പുരുഷന്റെ ഭാര്യ എന്ന് അരുളി ചെയ്തു. എന്നാൽ അബീമലേക്ക് അവളുടെ അടുക്കൽ ചെന്നിരുന്നില്ല. ആകയാൽ അവൻ, കർത്താവേ, നീതിയുള്ള ജാതിയെയും നീ കൊല്ലുമോ? ഇവൾ എന്റെ പെങ്ങളാകുന്നു എന്ന് അവൻ എന്നോട് പറഞ്ഞുവല്ലോ. അവൻ എന്റെ ആങ്ങള എന്ന് അവളും പറഞ്ഞു. ഹൃദയപരമാർത്ഥതയോടും കൈയുടെ നിർമ്മലതയോടും കൂടെ ഞാൻ ഇത് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് ദൈവം സ്വപ്നത്തിൽ അവനോട്, നീ ഇത് ഹൃദയപരമാർത്ഥതയോടെ ചെയ്തിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. നീ എന്നോട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ നിന്നെ തടുത്തു. അതുകൊണ്ടാകുന്നു അവളെ തൊടുവാൻ ഞാൻ നിന്നെ സമ്മതിക്കാതിരുന്നത്. ഇപ്പോൾ ആ പുരുഷന് അവന്റെ ഭാര്യയെ മടക്കി കൊടുക്കാം. അവനൊരു പ്രവാചകനാകുന്നു. നീ ജീവനോട് ഇരിക്കേണ്ടതിന് അവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. അവളെ മടക്കി കൊടുക്കാതിരുന്നാലോ നീയും നിനക്കുള്ളവരൊക്കെയും മരിക്കേണ്ടി വരും എന്നറിഞ്ഞുകൊള്ളുക എന്ന് അരുളി ചെയ്തു. അബീമലേക്ക് അതികാലത്ത് എഴുന്നേറ്റു തന്റെ സകല ഭൃത്യന്മാരെയും വരുത്തി ഈ കാര്യമൊക്കെയും അവരോട് പറഞ്ഞു. അവർ ഏറ്റവും ഭയപ്പെട്ടു. അബീമലേക്ക് അബ്രഹാമിനെ വിളിപ്പിച്ച് അവനോട്, നീ ഞങ്ങളോട് ചെയ്തത് എന്ത്? നീ എന്റെ മേലും എന്റെ രാജ്യത്തിന്മേലും ഒരു മഹാപാപം വരുത്തുവാൻ തക്കവണ്ണം ഞാൻ നിന്നോട് എന്തു ദോഷം ചെയ്തു? ചെയ്യരുതാത്ത കാര്യം നീ എന്നോട് ചെയ്തുവല്ലോ എന്ന് പറഞ്ഞു. നീ എന്ത് കണ്ടിട്ടാകുന്നു ഇക്കാര്യം ചെയ്തത് എന്ന് അബീമലേക്ക് അബ്രഹാമിനോട് ചോദിച്ചതിന് അബ്രഹാം പറഞ്ഞത്, ഈ സ്ഥലത്ത് ദൈവമില്ല നിശ്ചയം. എന്റെ ഭാര്യ നിമിത്തം അവർ എന്നെ കൊല്ലും എന്ന് ഞാൻ നിരൂപിച്ചു. വാസ്തവത്തിൽ അവൾ എന്റെ പെങ്ങളാകുന്നു, എന്റെ അപ്പന്റെ മകൾ, എന്റെ അമ്മയുടെ മകൾ അല്ലതാനും. അവൾ എനിക്ക് ഭാര്യയായി. എന്നാൽ ദൈവം എന്നെ എന്റെ പിതൃഭവനത്തിൽ നിന്ന് പുറപ്പെടുവിച്ചപ്പോൾ ഞാൻ അവളോട്, നീ എനിക്കൊരു ദയ ചെയ്യണം. നാം ഏതൊരു ദിക്കിൽ ചെന്നാലും അവിടെ അവൻ എന്റെ ആങ്ങള എന്ന് എന്നെക്കുറിച്ച് പറയണം എന്ന് പറഞ്ഞിട്ട്. സങ്കീർത്തനം 56-3 വാക്യം. ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും. 1 യോഹന്നാൻ 4-ാം അധ്യായത്തിന്റെ 18 വാക്യം. സ്നേഹത്തിൽ ഭയമില്ല, ഭയത്തിന് ദണ്ഡനം ഉള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയും. ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ തികഞ്ഞവനല്ല. സങ്കീർത്തനം 34-4 വാക്യം. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി, എന്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. 1999 ജനുവരി മാസം 22-ാം തീയതി ഒഡീഷയിൽ കുഷ്ഠരോഗികളുടെ ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഗ്രഹാം സ്റ്റെയിൻസിനെയും തന്റെ 2 പിഞ്ചുമക്കളെയും മനോഹർപൂർ എന്ന സ്ഥലത്ത് വെച്ച് സുവിശേഷ വിരോധികൾ ചുട്ടരിച്ചു. തന്റെ ഭർത്താവിന്റെയും തന്റെ 2 പിഞ്ചോമനകളുടെയും കത്തിക്കരിഞ്ഞ ശരീരങ്ങൾക്ക് മുൻപിൽ നിന്നുകൊണ്ട് സ്റ്റെയിൻസിന്റെ വിധവയായ ഗ്ലാഡിസ് ഇങ്ങനെ പാടി. ദൈവത്തിൻ പുത്രനാം യേശുഭുജാതനായി സ്നേഹിപ്പാൻ ക്ഷമിപ്പാൻ സൗഖ്യം നൽകിടുവാൻ ജീവിച്ചു മരിച്ചവൻ എന്നെ രക്ഷിപ്പാനായി ഇന്നും ജീവിക്കുന്നവൻ എന്നെ കരുതാൻ താൻ
നമുക്കെല്ലാവർക്കും പലതരം ഭയങ്ങളുണ്ട്. ചിലർ തങ്ങളുടെ ജീവിതം, ഉപജീവന മാർഗം, സുരക്ഷിതത്വം, ആരോഗ്യം, പണം, കുടുംബം, ഭാവി തുടങ്ങിയവയെക്കുറിച്ച് ഓർത്ത് ഭയപ്പെടുന്നു. നാം ഈ വായിച്ച അധ്യായത്തിൽ ഭയത്തിന് കീഴടങ്ങുകയും പിന്നീട് കള്ളം പറയുകയും ചെയ്തൊരു മനുഷ്യനെ നാം കാണും. നമുക്കെല്ലാവർക്കും അറിയുവാനായി ദൈവാത്മാവ നുണ ഇവിടെ രേഖപ്പെടുത്തി. വേദപുസ്തകം ദൈവശ്വാസീയമാണ് എന്നതിനൊരു ഉത്തമ തെളിവാണ് ഈ അധ്യായം. ദൈവം ഉപയോഗിച്ച വ്യക്തികളുടെ ജീവചരിത്രം രേഖപ്പെടുത്തുമ്പോൾ അതിനെ ഉള്ളതുപോലെ സത്യസന്ധതയോടുകൂടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുവാനാണ് ദൈവാത്മാവ് എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. തന്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ ജീവചരിത്രത്തിൽ നിന്ന് ഈ സംഭവം എടുത്തു മാറ്റുവാൻ ദൈവം ആഗ്രഹിച്ചില്ല. വിജാതീയ രാജാവായ അബീമലേക്ക് ആ ദേശങ്ങളിലെ പതിവ് പോലെ അബ്രഹാമിന്റെ ഭാര്യയായ സാറയെ തന്റെ അന്തഃപുരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അബ്രഹാം സാറയുമായുള്ള തന്റെ ബന്ധത്തെക്കുറിച്ച് നുണ പറഞ്ഞതിനാൽ ഈ കാര്യം തനിക്ക് എളുപ്പമായിരുന്നു. 25 വർഷം മുൻപ് മിസ്രൈമിൽ ചെയ്ത അതേ തെറ്റ് തന്നെ അബ്രഹാം ഇവിടെയും ആവർത്തിക്കുന്നതായി നമുക്ക് കാണാം. സാറയെ സംരക്ഷിക്കുന്ന ദൈവിക കരം ഇവിടെയും നാം കാണുന്നു. അവന്റെ കൃപ നമ്മുടെ എല്ലാ കുറവുകളെക്കാളും വളരെ വലുതാണ്. ഇവിടെയും ദൈവം തന്റെ ദാസനു വേണ്ടി ഒരു പുറജാതി രാജാവിനോട് ഇടപെടുന്നു. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ഏറ്റവും താഴ്ന്ന ഘട്ടങ്ങളിൽ പോലും നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി വാദിക്കുന്നു എന്നറിയുന്നത് നമ്മെ ദൈവസന്നിധിയിൽ വിനീതരാക്കേണ്ടതാണ്. ദൈവം അബീമലേക്കിന് പ്രത്യക്ഷപ്പെടുകയും പാപം ചെയ്യുന്നതിൽ നിന്ന് അവനെ തടയുകയും അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനായി അബ്രഹാമിന്റെ അടുക്കൽ പോകുവാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. നാം പറഞ്ഞ ഒരു നുണയുടെ അടിസ്ഥാനത്തിൽ പ്രയാസത്തിൽ അകപ്പെട്ടു പോയ ഒരു അവിശ്വാസി പ്രാർത്ഥനയ്ക്കായി നമ്മുടെ അടുക്കൽ വരുന്നത് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. എന്നാൽ ഇവിടെ അബ്രഹാം തന്റെ ഭയത്തിന് കീഴടങ്ങിയെങ്കിലും ദൈവം അപ്പോഴും അബീമലേക്കിന്റെ അല്ല, അബ്രഹാമിന്റെ ദൈവം എന്നാണ് സ്വയം പരിചയപ്പെടുത്തുന്നത്. പലപ്പോഴും നമ്മുടെ നുണകൾ ഭയത്തിൽ നിന്നാണ് ജനിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ വിശ്വാസവും ഭയവും ഒരുമിച്ച് മുൻപോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുകയില്ല. നമ്മുടെ കർത്താവ് തന്റെ ശിഷ്യന്മാരോട് ഗന്നേസരത്ത് തടാകത്തിന്റെ മറുകരയിലേക്ക് പോകുവാൻ ആവശ്യപ്പെട്ടതിന്റെ ഉദാഹരണം നമുക്കെടുക്കാം. ഒരു വലിയ കൊടുങ്കാറ്റ് കാരണം തടാകം കടക്കുവാൻ അവർ പാടുപെടുമ്പോൾ കർത്താവ് പടകിൽ ഉറങ്ങുകയായിരുന്നു. ഭയചകിതരായ ശിഷ്യന്മാർ തങ്ങളുടെ പ്രാണഭയത്താൽ കർത്താവിനെ ഉണർത്തുകയും അവൻ എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാന്തമാക്കി അവരോടായി, നിങ്ങളിങ്ങനെ ഭീരുക്കളാകുവാൻ എന്ത്? നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ എന്ന്. കൊടുങ്കാറ്റ് കാരണം ഭയം വന്നപ്പോൾ നാം അക്കരയ്ക്ക് പോകാ എന്ന കർത്താവൻ പറഞ്ഞ വാക്കുകൾ ഓർക്കേണ്ടതായിരുന്നു. അങ്ങനെ വിശ്വസിച്ചിരുന്നു എങ്കിൽ കൊടുങ്കാറ്റുണ്ടായിട്ടും അവർ മറുകരയിൽ എത്തുമായിരുന്നു. ഭയം നമ്മെ കീഴ്പ്പെടുത്തുവാൻ നോക്കുമ്പോൾ അതിന് വശംവദരാകാതെ കർത്താവ് നമുക്ക് നൽകിയ വാഗ്ദത്തങ്ങൾ നാം മുറുകെ പിടിക്കേണ്ടതാണ്. ഇതാണ് വിശ്വാസം. ദൈവഹിതത്തിൽ നമുക്ക് നേരിടുന്ന ബുദ്ധിമുട്ടുകൾ നാം പരാജയമായി കാണേണ്ടതില്ല. എന്റെ അടിസ്ഥാനം അത് ക്രിസ്തുവിൽ എന്ന് തുടങ്ങുന്ന നാഗൽ സാഹിബ് എഴുതിയ പ്രസിദ്ധ ഗാനത്തിലുള്ള ഈരടികൾ ഓർമ്മയിലേക്ക് വരുന്നു. ഇങ്ങനെയാണത് പറയുന്നത്: ഭയം സംശയങ്ങൾ തീരെ നീങ്ങുവാൻ എത്ര വാഗ്ദത്തങ്ങൾ തന്നിട്ടുണ്ടു താൻ, അതിലൊരു വള്ളി ഇല്ലാതാകുമോ പോകയില്ലോർ പുള്ളി സാത്താനെ നീപ്പും. അടുത്ത വർഷം സാറയ്ക്കൊരു മകനുണ്ടാകുമെന്നായിരുന്നു അബ്രഹാമിന് ദൈവം നൽകിയ വാഗ്ദത്തം. ഇവിടെയാണ് അബ്രഹാം തന്റെ വിശ്വാസം പ്രകടിപ്പിക്കേണ്ടിയിരുന്നത്. ആ വാഗ്ദത്തം മുറുകെ പിടിച്ചിരുന്നു എങ്കിൽ മരണഭയമോ രാജാവിനോടുള്ള ഭയമോ തന്നെ സ്വാധീനിക്കാതെ ദൈവത്തിൽ ബലപ്പെടാമായിരുന്നു. എന്നാൽ ഇവിടെ അബ്രഹാം പരാജയപ്പെട്ടു. മറുവശത്ത് ദൈവത്തിന്റെ പ്രതിനിധിയായി ആ നാട്ടിലുണ്ടായിരുന്ന ഏക വ്യക്തിയായിരുന്നു അബ്രഹാം. ദൈവം അവനുമായി ഒരു ഉടമ്പടിയും ഉണ്ടാക്കിയിരുന്നു. എന്നാൽ തന്റെ ബലഹീനതയിലും ഭയത്തിലും ആ വ്യക്തി പരാജയപ്പെട്ടപ്പോൾ താനുണ്ടാക്കിയ ഉടമ്പടിയോടുള്ള ദൈവത്തിന്റെ വിശ്വസ്തത നമ്മളുടെ കാണുന്നു. മാത്രമല്ല, ദൈവം അബീമലേക്കിനേക്കാൾ അബ്രഹാമിനെ സംരക്ഷിച്ചു. അബീമലേക്കിന് ദൈവ സ്വപ്നത്തിൽ വെളിപ്പെട്ടപ്പോൾ അബ്രഹാമിന്റെ കുറ്റങ്ങളൊന്നും തന്നോട് പറയുന്നതായി നാം അവിടെ വായിക്കുന്നില്ല. മറിച്ച് ദൈവം പറയുന്നത് താനൊരു പ്രവാചകനാണെന്നും അവന്റെ മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ തന്റെ കുടുംബത്തിൽ വന്നിരിക്കുന്ന ദൈവകോപം നീക്കുവാൻ കഴിയുമെന്നും പറയുകയുണ്ടായി. ഇത് പക്ഷപാതമല്ല, മറിച്ച്
ദൈവം തന്റെ വിശുദ്ധന്മാരെ ക്രിസ്തുയേശുവിൽ യഥാർത്ഥത്തിൽ വിശുദ്ധരായി കാണുന്നു എന്നതിന് തെളിവാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണത്താൽ നമ്മുടെ അനീതി നീക്കി ഒരിക്കൽ എന്നേക്കുമായി അവൻ നമ്മെ ദൈവത്തോട് അടുപ്പിച്ചിരിക്കുകയാണ്. ദൈവത്തിന്റെ ഉടമ്പടിയും വാഗ്ദത്വവും നമ്മുടെ ജീവിതത്തിലും നിറവേറുന്നത് ഒരു തരത്തിലും നാം അതിനെ അർഹരായതുകൊണ്ടല്ല, മറിച്ച് അബ്രഹാമിന്റെ ജീവിതത്തിൽ കണ്ടതുപോലെ ദൈവത്തിന് തന്റെ വാഗ്ദത്തങ്ങളോടുള്ള വിശ്വസ്തത നിമിത്തം മാത്രമാണെന്ന് നമുക്ക് ഈ ഭാഗത്തു നിന്ന് ഗ്രഹിക്കാം. അബ്രഹാം ലോകത്തിന്റെ അവകാശിയായി തീർന്നത് അവന്റെ വിശ്വാസം ദൈവം തന്റെ നീതിയായി അംഗീകരിച്ചതുകൊണ്ടാണ്. ദൈവത്തിന്റെ വിശ്വസ്തതയും കൃപയും ഇവിടെ പൂർണ്ണമായി പ്രദർശിപ്പിച്ചിരിക്കുന്നതായി നമുക്ക് കാണാം. നമ്മുടെ രക്ഷയ്ക്കും നിത്യജീവന്റെ പ്രത്യാശയ്ക്കുമായി നാം അവന്റെ അചഞ്ചലമായ കരുണയിലും കൃപയിലും എത്ര പൂർണ്ണമായി ആശ്രയിക്കണം. ഈ തിരിച്ചറിവ് നമ്മെ വിനീതരാക്കുകയും എളിമയുടെയും നന്ദിയുള്ള സ്നേഹത്തിന്റെയും ആഴങ്ങളിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. ആദിവേ